ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ടെലിഫോൺ ലൈനിൽ. ശ്രീ വി ടി, ഇതിനകത്ത് ഇപ്പോൾ ഒഫീഷ്യലി എഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത് ഇതാദ്യമായാണ്. അപ്പോൾ കരാർ ലംഘനം നടത്തിയിരിക്കുന്നത് കേരളമാണെന്ന് നമുക്ക് ആ സ്ക്രീൻഷോട്ട് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ, അങ്ങനെയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ ആര് ലംഘിച്ചു, എങ്ങനെ ലംഘിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിക്കുകയാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നേരിട്ടാണോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും മന്ത്രി അടക്കമുള്ള ആളുകൾ കേരളം നേരിട്ട് അങ്ങനെ കരാറുണ്ടാക്കി എന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കരാർ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ കരാറിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിലെ ഓരോ കക്ഷിയും ഏതെല്ലാം കാര്യങ്ങളാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരുന്നത്, അതിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്, അർജന്റീനക്കാരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്, ഇതിന്റെ വിശദാംശങ്ങളാണ് കേരളത്തിന് അറിയാൻ ഇനി ബാക്കിയുള്ളത്. അത് യഥാർത്ഥത്തിൽ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കേരളത്തോട് വിശദീകരിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹമാണല്ലോ നമ്മുടെ ജനപ്രതിനിധിയും നമ്മുടെ ഭരണകർത്താവും. അദ്ദേഹത്തിനാണ് ജനങ്ങളോട് നേരിട്ട് ഉത്തരം പറയാനുള്ള ബാധ്യതയുള്ളത്. മറ്റേ മരമുറി മുതലാളിക്കൊന്നും ഇതിന് ആ നിലയ്ക്കുള്ള ബാധ്യതയൊന്നും കേരളത്തിലെ ജനങ്ങളോടില്ല. അയാളുടെ ഒരു തട്ടിപ്പിന്റെ പാരമ്പര്യമൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ അയാളുടെ വിശ്വാസത്തിൽ മാത്രമല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ആണല്ലോ. ഈ പ്രൊജക്ട് ആദ്യം അനൗൺസ് ചെയ്തത് വി അബ്ദുറഹ്മാനാണ്. ലേറ്റർ സ്റ്റേജിൽ പുതിയ സ്പോൺസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആ സ്പോൺസേഴ്സ് എങ്ങനെ വന്നു, അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന അതിന്റെ കാറ്റഗറി എന്തായിരുന്നു, ക്രൈറ്റീരിയ എന്തായിരുന്നു എന്ന കാര്യങ്ങൾക്ക് അവ്യക്തതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടിമുടി ദുരൂഹതയും പുകപടലങ്ങളും മാത്രമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ എഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ സ്പോർട്സ് മന്ത്രി പെട്ടെന്നൊരു പ്രതികരണം നടത്തേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ ഒന്നുകൂടിയും കൃത്യമായിട്ട് പുതുക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് അർജന്റീനയിൽ നിന്ന് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ളതായിരുന്നില്ല വാഗ്ദാനം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം. അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഒരു അന്തർദേശീയ മത്സരം ഇവിടെ നടത്തും, ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി കേരളത്തിൽ വെച്ച് നടത്തും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അല്ലാതെ അതിലേതെങ്കിലും ഒരു താരത്തെ മെസ്സിയോ ആരെങ്കിലും ആവട്ടെ, മുൻപ് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മറഡോണയെ കൊണ്ടുവന്നത് പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു താരത്തെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നില്ല. അർജന്റീനിയൻ നാഷണൽ ടീമിനെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുമെന്നും ഇവിടെ അവരുടെ ഒരു അന്തർദേശീയ പ്രദർശന മത്സരം സംഘടിപ്പിക്കുമെന്നുള്ളതായിരുന്നു മന്ത്രി കേരളത്തോട് നൽകിയ വാഗ്ദാനം. അതുകൊണ്ടാണ് അതിന്റെ തുടക്കം തൊട്ട് തന്നെ അതിന്റെ പ്രായോഗികതയെ കുറിച്ചുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഉയർത്തിയിരുന്നത്. കാരണം ഇന്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ആ സമയത്ത് മാത്രമേ ദേശീയ ടീമുകൾക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ലോകകപ്പിലേക്ക് പോകുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് വളരെ നോക്കിയും കണ്ടും മാത്രമേ അവർ ഇത്തരത്തിലുള്ള ഫിക്ചേഴ്സ് എടുക്കുകയുള്ളൂ. ആ നിലയിൽ അവരുടെ അർജന്റീന പോലുള്ള ലോകത്തിലെ ഒരു ലോക ചാമ്പ്യന്മാർക്ക് കളിക്കാൻ കഴിയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലുണ്ടോ, കേരളത്തിൽ അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ കാര്യവട്ടം സ്റ്റേഡിയത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ടാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ നല്ല നിലവാരത്തിലുള്ള ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഒരുക്കാൻ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ? അപ്പൊ ഈ കരാറെങ്കിലും എന്നൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും വളരെ വിശദാംശങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം ലോകകപ്പിലേക്ക് പോകുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു കളിക്കാർക്ക് ഇഞ്ചുറി ഉണ്ടാവുകയോ മറ്റോ ചെയ്യുന്ന സാഹചര്യം ഒരു കാരണത്തിൽ അവർ അംഗീകരിക്കില്ല. അപ്പൊ അവരുടെ സ്പെസിഫിക്കേഷനിൽ ഫിഫ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു സ്റ്റേഡിയം കേരളത്തിൽ നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നുമില്ലാതെ കേരളത്തിലേക്ക് ഇവർ വരും എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം മന്ത്രി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ച വിമർശനം. പ്രത്യേകിച്ചും ആ വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നത് പല തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഈ വിവാദം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു വാഗ്ദാനം കേരളത്തിന് മുമ്പ് വെച്ചു. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് വീണ്ടും ആവർത്തിച്ചു. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയത്. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാറിലെ ഫുട്ബോൾ പ്രേമികളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടി, അവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നോ ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും മന്ത്രി വിശദീകരിക്കേണ്ടതായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലേറ്റർ സ്റ്റേജിൽ ഒരു മാധ്യമ സ്ഥാപനം ഇതിലേക്ക് സ്പോൺസറായി വരുന്ന അവർ 130 കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നു. അതിലൊക്കെ എത്ര കണ്ട് വിശ്വാസ്യതയുണ്ട്? അല്ല, അത് പറയാം. പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നുള്ളത് ഒരു ആക്ഷേപം മാത്രമാണ്. അതിന്റെ ഒരു തരത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ്. അതിനപ്പുറത്ത് അതിനപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ സ്വാഭാവികമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 2023 അതായത് ലോകകപ്പ് അർജന്റീന നേടിയതിന്റെ തൊട്ട് പിന്നാലെ അവർ തന്നെ ഇന്ത്യയിലേക്ക് വരാനുള്ള സന്നദ്ധത താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത് ഏതാണ്ട് 40 കോടിയോളം രൂപയായിരുന്നു. ഇന്ന് മണി വെച്ച് നോക്കുമ്പോൾ
അത് നമ്മൾ അന്ന് പൈസ ഇല്ല, നമുക്ക് അത്ര താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇന്ന് അതേ സ്ഥലത്ത് 130 കോടി രൂപ ഹൈദരാബാദിൽ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി കൊടുക്കുന്നു, ഇനിയും വേണമെങ്കിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ നിലയിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഏർപ്പാടാണോ, അതിന് മന്ത്രി കൂട്ടുനിൽക്കുകയാണോ എന്നുള്ളത് കൂടിയാണ് കേരളത്തിന് അറിയേണ്ടതായിട്ടുള്ളത്. ശരി, നന്ദി ശ്രീ വി ടി ബൽറാം.